ഇവിടെ എന്തോ പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോ ഇവിടെ ഇതെന്തോ ഒരു ലൈവ് കൊടുത്തേ പറ്റൂ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ആരാ പ്രശ്നം? എന്താ പ്രശ്നം? ചേതിന 2026 അവതരിപ്പിക്കുന്ന തെരുവ് നാടകം കളിയല്ല സാർ, ഇത് ജീവിതമാണ്. ഈ നാടകം ചേനം ആലപ്പുഴ മൈതാനിൽ നിന്ന് ആരംഭിച്ച് ചേനം സെന്ററിലാണ് അവസാനിക്കുന്നത്. ഇത് ഒരു നിശ്ചല നാടകമല്ല, സഞ്ചരിക്കുന്ന നാടകമാണ്. ഈ നാടകം കാണുന്നതിനും നടക്കുന്നതോടൊപ്പം സഞ്ചരിക്കുന്നതിനും ഈ നാട്ടിലെ മുഴുവൻ പ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവമായി ക്ഷണിക്കുന്നു. ചേതുന 2026 കളിയല്ല സാർ, ഇത് ജീവിതമാണ്. കളിയല്ല സാർ, ഇത് ജീവിതമാണ്. ഞങ്ങള് ഇവിടെ പാറത്ത് സാധനം പറഞ്ഞ് ഞങ്ങള് വന്നതാ. അവിടെ എത്ര നേരം പറഞ്ഞിട്ട് എനിക്ക് വാടക മാത്രം ഉച്ചയ്ക്ക് ശവോ ശവം നാട്ടാരെ സംശയം തോന്നിരുന്നു നേരത്തെ, അതാ ലൈവ് കൊടുത്തത്. വണ്ടി വിടല്ലേ, വണ്ടി വിടല്ലേ, വണ്ടി വിടല്ലേ, വണ്ടി വിടല്ലേ, വണ്ടി വിടല്ലേ. നാട്ടുകാരെ വിളിക്ക്, നാട്ടുകാരെ വിളിക്ക്. ആ തടയി തടയി, വണ്ടി തടയി, വണ്ടി തടയി. വാ 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 വാ. മൊത്തം ലൈവാട്ടാ, മൊത്തം ലൈവാ. ലൈവാണ്, ലൈവാണ്. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യണം, വിഷയം റെക്കോർഡ് ചെയ്യണം. പറയ് എന്താ 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 പറയാ, എന്താ പറഞ്ഞ എന്താ വണ്ടി വിടാൻ പറ്റില്ല.
മെമ്പർ വിളിക്ക്, പോലീസിൽ വിളിക്ക്, 100 വിളിക്ക്, പോലീസ് വിളിക്ക്, പോലീസ് വിളിക്ക്, മെമ്പർ വിളിക്ക്. വണ്ടി വിടല്ലേ, വണ്ടി വിടല്ലേ, വണ്ടി വിടല്ലേ. വണ്ടി തടുക്കറ, വണ്ടി വിടല്ലേ. ആയ് ശവം കൊണ്ടുപോണേ. എല്ലാവരും വാ. ശവം കൊണ്ടുപോണേ. ശവം കൊണ്ടുപോണേ. ശവം എന്ത് സംഭവം അല്ലേ? കൂളായിട്ട് ശവം കൊണ്ടുപോവാ. വണ്ടി തറയും, വണ്ടി തറയും, വണ്ടി തറയും. പോയില്ല, അവിടെ അങ്ങനെ വിടില്ല. അവിടെ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, തടയാൻ പറഞ്ഞിട്ടുണ്ട്. മെമ്പർ വിളിക്കും. ഷക്കീർ അവിടെ എത്തിണ്ട്. ഓ എത്തിണ്ട്. സമാധാനമായിട്ട് കാര്യങ്ങൾ നീങ്ങുന്ന ഒരവസ്ഥയിലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കൂളായിട്ട് ഒരു ശവം കൊണ്ടൊരു വണ്ടി വരിക. നാട്ടുകാരിങ്ങനെ ശ്രമിക്കുന്നത് ഇവിടെ തടയാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പോലീസിനെ വിളിച്ചല്ലേ? ഇതിനാണ് പോലീസിനെ വിളിച്ചല്ലേ? ഇന്നലെ രാത്രി അവിടെ അരിമ്പൂര് ഭാഗത്ത് കള്ളറാന്ന് ചോദിച്ചിട്ട് ഒരാള് ആൾക്കാർ പിടിച്ചടിച്ചതാണ്. കയ്യിൽ പെട്ടു. ഞങ്ങളല്ല ആക്സിഡന്റ് ആക്കാൻ പറഞ്ഞു. ഒരു ബംഗാളല്ലേ ചത്തുവേ? എന്താ
പോലീസിനെ വിളിക്ക്, പോലീസിനെ വിളിക്ക്. ഹലോ ചേർത്തേ ഒരു ആ വണ്ടിയുടെ ആ ഡ്രൈവർ കയറിട്ടാ. നിങ്ങൾ ആരെങ്കിലും മെമ്പർ ഒന്ന് വിളിക്കും. സെൻട്രലിലെ മെമ്പർ ഉണ്ടെന്ന് തോന്നുന്നു, സെൻട്രലിലെ മെമ്പർ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയല്ല തല്ലി കൊന്നിട്ട് കത്തിക്കും. അവിടെ പോയിട്ട് പറയാം, ആ സെന്ററിലെത്തിട്ട് പറയാം. ആ നാട്ടുകാര് നോക്കിയോളും. ആ ചേട്ടനും മനീനൊന്നും ഇല്ല. ഇപ്പൊ ചേട്ടനാണ് ഏതൊക്കെ വിളിക്കുക. എന്താ സ്നേഹം. നീയൊന്നും ഉണ്ടായിരുന്ന ചെല്ലാതെ വെട്ടായില്ല ബംഗാളി എന്ന് പറയണവര് കിട്ടിയ ശവം. നമ്പർ അവിടെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് ഒരാളുകൾ
നമ്മളെ നാട്ടുകാരുടെ സത്യം പറഞ്ഞില്ലേ നീ എന്തിനാ കരണ തല്ലിക്കൊന്നതാണ് നീ തോന്നിയാസം കാണിച്ചതാ നിശബ്ദം भैया मेरा मेरा भैया मेरा मेरा भैया मेरा मेरा जीना എന്തിനാണ് നിങ്ങളിങ്ങനെ തിരക്ക് കൂട്ടിയിരുന്നത്? എന്താ നിങ്ങളിങ്ങനെ ബഹളം വയ്ക്കുന്നത്? ഞാൻ ഒരു വീട് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. അതെ, ഞാൻ ഒരു പുതിയ വീട് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊരു ബംഗാളിയല്ല, ഞാനൊരു ഛത്തീസ്ഗഡുകാരനാണ്. ഛത്തീസ്ഗഡിലെ ഒരു സാധാരണ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഞങ്ങൾക്കല്പം കൃഷിയൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. പിന്നെ ജമീന്ദാർമാർ ഞങ്ങളെ പറ്റിച്ച് അതെല്ലാം സ്വന്തമാക്കി. ഇപ്പോൾ ഞങ്ങളൊക്കെ അവരുടെ അടിമപ്പണിക്കാരാണ്. ഞാൻ ഒരു പ്രതി വീട് വാങ്ങിക്കാനായിരുന്നു. അതെ, ഞാൻ ഒരു പുതിയ വീട് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നുവല്ലോ. കേരളം ഞങ്ങളുടെയൊക്കെ സ്വപ്നഭൂമിയാണ്. അതെ, പകലന്തിയോളം പണിയെടുത്തിട്ടും പട്ടിണി മാത്രം സഹിക്കാൻ വേണ്ടായപ്പോൾ അപ്പോഴാണ് ഞാൻ കേരളത്തിൽ പോകാൻ തീരുമാനിച്ചത്. എന്റെ അയൽപ്പക്കക്കാരൻ ശുക്കന്ദർ കേരളത്തിൽ വന്ന് പണിയെടുത്ത് നല്ലൊരു വീട് വെച്ച് തുടങ്ങിയിരിക്കുന്നു. എന്റെ അയൽക്കാരൻ വാപ്പി അവരുടെ മകളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തിയിരിക്കുന്നു. എനിക്കും അത് ആഗ്രഹങ്ങൾ കടന്നുകൂടി. എന്റെ മകളുടെ കല്യാണം 2 മാസം കഴിഞ്ഞാൽ അവരുടെ കല്യാണമാണ്. ഞാൻ ഒരു പൊതി ബീഡി വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലും കാണാറുള്ളത്. അതെ, ഞാനൊരു പൊതി ബീഡി വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ആരോ എന്റെ പറയിൽ നിന്ന് കള്ളൻ എന്ന് വിളിച്ച് ആദ്യം പിടിക്കുന്നത്. പിന്നെ വരുന്നവർ മുഴുവൻ അടിയായിരുന്നു. എനിക്കൊന്ന് പ്രതികരിക്കാൻ കഴിയുമില്ലേ? അവരെന്നെ ഞാനൊരു ബീഡി വാങ്ങിക്കാൻ ഇറങ്ങിയതായിരുന്നില്ലേ? ഒരു ബീഡി, ആരെങ്കിലും ഒരു ബീഡി തരൂ. നിങ്ങൾക്കെന്റെ നിറമാണോ പ്രശ്നം? നിങ്ങൾക്കെന്റെ ഭാഷയാണോ പ്രശ്നം? നിങ്ങൾക്കെന്റെ സംസ്കാരമാണോ പ്രശ്നം? എന്റെ മകളുടെ കല്യാണം 2 മാസം കഴിഞ്ഞാൽ നടക്കേണ്ടതാണ്.
എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ കുടുംബം. നിങ്ങൾ കേരളീയർ എല്ലായിടത്തും നല്ലവരാണ്. പിന്നെ എന്തുകൊണ്ടാണ് ചിലയിടങ്ങളിൽ നിങ്ങൾ വെറുപ്പിന്റെ ആളുകളായി മാറുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ചിലയിടങ്ങളിൽ മാത്രം വെറുപ്പിന്റെ ആളുകളായി മാറുന്നത്? ഞാൻ ഒരു വീട് വാങ്ങാൻ ഇറങ്ങിയതായിരുന്നല്ലോ. അതെ, ഒരു വീട് വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു ഞാൻ. മകളുടെ കല്യാണം, എൻ്റെ കുടുംബം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കരച്ചിൽ കേട്ടതാണ്. നമ്മൾ മലയാളികൾ ഭയങ്കര അഭിമാനികളാണ്. നവോത്ഥാന പാരമ്പര്യമുണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് സാമൂഹിക നവീകരണ പ്രസ്ഥാനങ്ങളുണ്ട്. നമ്മൾ ലോകത്തിലെ ഏറ്റവും വികസിത സമൂഹങ്ങൾക്കൊപ്പാണ്. വലിയ അഭിമാനികളാണ്. പക്ഷേ നമ്മൾ ഈ അഭിമാനം കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിടയിലെ നമ്മുടെ സമൂഹം ഉള്ളിൽ നിന്ന് ജീർണിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ എന്തുകൊണ്ടാണ് അറിയാത്തത്? നമ്മൾ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത്? അട്ടപ്പാടിയിൽ മധു അടികൊണ്ട് മരിച്ചിട്ട് 2-3 വർഷം കഴിഞ്ഞു. 2-3 മാസം മുമ്പാണ് പാലക്കാട്ട് ഒരു ഛത്തീസ്ഗഡുകാരനെ ഒരു കൂട്ടം ആൾക്കാർ വെറുതെ ഒരു കാരണവുമില്ലാതെ തല്ലിക്കൊന്നത്. നമുക്ക് എങ്ങനെ അഭിമാനിക്കാൻ കഴിയും? നമ്മൾ എന്താ ശ്രദ്ധിക്കാതെ? നമുക്ക് എവിടെയാ തെറ്റ് പറ്റിയത് അല്ലെങ്കിൽ തെറ്റ് പറ്റിക്കൊണ്ടിരിക്കുന്നത്? എനിക്കറിയില്ല. എനിക്കൊരു കാര്യം പറയാനുള്ളത്, സുഹൃത്തുക്കളെ, ഈ ആൾക്കൂട്ടത്തിന് ഒരു മനഃശാസ്ത്രം ഉണ്ടെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി പരിശോധിച്ചാൽ ഒരുപാട് ക്വാളിറ്റി ഉള്ള മനുഷ്യരാണ്. അതെ, പക്ഷേ ചില സ്ഥലങ്ങളിൽ ഒരാൾ തല്ലുമ്പോൾ അതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കാതെ വരുന്നവരൊക്കെ തല്ലുന്നതിന്റെ മനഃശാസ്ത്രം എന്താണ്? അതെങ്ങനെയാണ് രൂപപ്പെടുന്നത്? എങ്ങനെയാണ് മലയാളിക്ക് അങ്ങനെയൊക്കെ മാറാൻ പറ്റുന്നത്? നമ്മൾ വന്നൊരു സംസ്കാരമില്ലേ, നമ്മുടെ ഒരു ശീലങ്ങളില്ല, നമ്മുടെ രാഷ്ട്രീയ ബോധമില്ലേ? അത്തരം ബോധങ്ങൾ എവിടെ വെച്ചാണ് നമ്മൾ മറന്നു പോകുന്നത്? നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ഈ സൊസൈറ്റി പുറകോട്ട് സഞ്ചരിക്കേണ്ട ഒരു സൊസൈറ്റി അല്ല. അത് മുന്നോട്ട് തന്നെ പോകണം. അതിന് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ആർജവം നമ്മൾ ഓരോരുത്തരും രൂപപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അതിന് കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമൊന്നുമില്ല. മനുഷ്യനായി ആർജവത്തോടെ മനുഷ്യരെ കാണാൻ പറ്റുമ്പോഴേ ഒരു സൊസൈറ്റി വിജയിച്ചതായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഒരു ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞ് നമ്മൾ എന്നെ നിസ്സാരവൽക്കരിക്കരുത് എന്നുള്ളതാണ് എല്ലാവരോടുമുള്ള എന്റെ അപേക്ഷ. ഞാൻ പറഞ്ഞോട്ടെ. സുഹൃത്തുക്കളെ, എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, നമ്മുടെ 70-കൾ 80-കൾ കാലഘട്ടത്തിൽ നമ്മുടെ ചേട്ടന്മാരായിട്ടുള്ള തലമുറ SSLC വരെ എങ്ങനെയെങ്കിലും പഠിക്കാൻ പോകും. SSLC മിക്കവാറും തോൽക്കാം, ജയിക്കാം എന്ന് തന്നെയായാലും അതിനുശേഷം ടൈപ്പ് റൈറ്റിംഗും പഠിച്ച് മദ്രാസ്, ബോംബെ തുടങ്ങി ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലേക്ക് പോകാറുണ്ട്. അതിനുശേഷം 80-കളോടുകൂടെ ഗൾഫ് മേഖലയിലേക്ക് നല്ലൊരു കുടിയേറ്റം കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷം ഞാൻ ഗൾഫ് മേഖലയിൽ ജോലിയെടുത്ത ആളാണ്. നമ്മുടെയൊക്കെ അച്ഛൻ്റെ അപ്പൂപ്പന്മാര് സിലോൺ, ശ്രീലങ്ക, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അവർക്കൊന്നും ഇത്തരം ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ പ്രാകൃതരായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തു പറ്റി? അതൊരു പുനർചിന്തയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഈ വാർത്തകൾ വായിക്കുമ്പോൾ, TV-യിൽ ഈ ന്യൂസ് കാണുമ്പോൾ അതിലേക്ക് നോക്കാൻ പോലും കഴിയാത്ത കുറ്റബോധം, വേദന. മനുഷ്യൻ ഇത്രമാത്രം അധപതിക്കാമോ? അറിയില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടില് വെറുപ്പിന്റെ രാഷ്ട്രീയം, വെറുക്കുക എന്നുള്ളത് വളരെ കൂടിയിരിക്കുകയാണ്. താടി വളർത്തിയവര്, മുടി വളർത്തിയവര്, കറുത്ത നിറമുള്ളവര്, ട്രാൻസ്ജെൻഡേഴ്സ്, അവരൊക്കെ ഒരു കാരണവുമില്ലാതെ പല സ്ഥലങ്ങളിലും ആക്രമിക്കപ്പെടുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലും ആൾക്കൂട്ട. കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു കൊലപാതകം ഉണ്ടായി. ഒരു ഉത്സവം കഴിഞ്ഞപ്പോൾ ഒരു പയ്യനെ ആളുകൾ കൂട്ടത്തോടെ അടിച്ചു കൊന്നു. ഇത്തരം പ്രവണതകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സാംസ്കാരിക പ്രബുദ്ധരാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ അതിഥി തൊഴിലാളികളും കുറ്റവാളികളല്ല. ആരെങ്കിലുമൊക്കെ കുറ്റം ചെയ്തിരിക്കാം. പക്ഷെ അതിനൊക്കെ ഈ നാട്ടില് നിയമവ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പക്ഷേ അതിഥി തൊഴിലാളികളോട് ഉള്ള വെറുപ്പ് നമ്മൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മളെ മാത്രം ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സമൂഹം മരിച്ച സമൂഹമായിരിക്കും. മരിച്ച സമൂഹത്തിലല്ലാതെ ഇതുപോലൊരു കൊലപാതകം നടക്കില്ല. ഞാൻ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചല്ല. വാളയാറിൽ അന്യസംസ്ഥാന തൊഴിലാളി ആൾക്കൂട്ട കൊലയ്ക്ക് വിധേയമായി എന്ന വാർത്ത വായിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന്, അത് നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന സ്ഥലം, നവോത്ഥാനത്തിന്റെ ഉജ്ജ്വലമായ പാരമ്പര്യം കൈമുതലായ അതിൽ അഭിമാനിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഇത്രയും ക്രൂരമായ ഒരു സംഭവം ഉണ്ടായത്. വടക്കേന്ത്യയിൽ നിന്ന് നമ്മൾ ധാരാളമായി ഇത്തരം സംഭവങ്ങൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ, ബീഫിന്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകവും ദുരഭിമാന കൊലപാതകങ്ങളൊക്കെ ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അതും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ദൈവത്തിന്റെ സ്വന്തം നാട്. നേരത്തെ ഡേവിസ് പറഞ്ഞൊരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത്, അതിഥി തൊഴിലാളി എന്ന വാക്ക് തന്നെ നാം വളരെ ബോധപൂർവം ഉപയോഗിച്ചാണ്. അന്യസംസ്ഥാന തൊഴിലാളി എന്നൊരു തൊഴിലാളി എന്ന പ്രയോഗം നിർത്തി അതിഥി തൊഴിലാളിയാണ്, ഗസ്റ്റാണ്. അത്രത്തോളം സാംസ്കാരികമായ ഒരു ഔന്നത്യത്തോടു കൂടിയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മൾ കണ്ടിരുന്നത്. അവിടെയാണ് സംഭവിച്ചത്. നമ്മുടെ മനസാക്ഷിക്ക് മുമ്പിൽ നമ്മൾ സ്വയം ആത്മപരിശോധന നടത്തേണ്ട ഒരു സംഗതിയാണ്. 35 ലക്ഷം അതിഥി തൊഴിലാളികൾ ഇവിടെയുണ്ട്. 50 ലക്ഷത്തിലേറെ മലയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് നേരത്തെ സജീവൻ പറഞ്ഞത്. നമ്മുടെ മുതുമുത്തച്ഛന്മാർ മുതൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്നം തേടിപ്പോയി അതിന്റെ ബാക്കി പത്രമായി വളർന്നു വന്ന ഒരു ഭൂപ്രദേശത്തിലാണ് ഈ സംഭവമുണ്ട്. വളരെ വലിയ വിപൽ സൂചനയാണ് ഇത് മലയാളികൾക്ക് നൽകുന്നത്. നമ്മൾ ആത്മപരിശോധന നടത്തണം, ഇത് ആവർത്തിക്കരുത്. സുഹൃത്തുക്കളെ, സംഗതി വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. മനസമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളത് അടുത്ത കാലങ്ങളിൽ വീണ്ടും ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഏത് സമയം ഞെട്ടി എഴുന്നേൽക്കാം, ഏത് സമയം ഇരുട്ടിലൊരു നിലവിളി കേൾക്കാം. ആംബുലൻസുകൾ രാത്രികൾ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറയും ഇവിടെ സാക്ഷരതയുള്ള 100% സാക്ഷരതയുള്ള കേരളമാണ്, സുരക്ഷിതമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എവിടെയോ ഇങ്ങനെയുള്ള ചില പൊട്ടിത്തെറികളും കൊലപാതകങ്ങളും നടക്കുന്നു, ഇയാൾക്കൂട്ട കൊലപാതകം നടക്കുന്നു. ഈ വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് എവിടെയും ഉണ്ട്. നമ്മൾ അവകാശ സമരങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അകത്ത് തന്നെ വടക്കേ ഇന്ത്യയിൽ ഞാൻ നേരത്തെ ആരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കൊലപാതകങ്ങൾ പല രീതിയിൽ നടക്കുമ്പോൾ അത് ചെറിയ വാർത്തകളായിട്ട് ഇവിടെ വരുന്നു. പക്ഷെ ഇവിടെ ഒരെണ്ണം സംഭവിക്കുമ്പോഴേക്കും അത് 100 കണക്കിന് എക്സാജറേറ്റ് ചെയ്ത് മീഡിയകൾ ഉപയോഗിക്കുന്നു. മീഡിയകൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. സാക്ഷര കേരളമാണ്, ഒരു ക്രമസമാധാനം നഷ്ടപ്പെട്ട സ്ഥലമാണ്. ഞാൻ ചുരുക്കി പറയാം, ലോകത്ത് യുദ്ധവെറി എന്ന് പറയുന്നതിനൊപ്പം തന്നെ വംശീയവെറിയും വർഗീയവെറിയും കയറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തികളുടെ അകത്ത് കയറുന്നു. ചോര പൊടിയാത്ത, ചോര വെട്ടും കുത്തും കൊലപാതകങ്ങളില്ലാത്ത സിനിമകൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ വളരെ കുറവേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ അകത്തൊരു ഇന്നർ വയലൻസ് ആയിട്ട് കയറുന്നുണ്ട്. നമ്മുടെ യൂത്തിന്റെ അകത്ത് ആരെങ്കിലും പണ്ട് കൊച്ചുനാളിൽ തവളയെ കൊല്ലുന്നതിന് പകരം ഇപ്പം മനുഷ്യനെ കൊല്ലാമെന്നുള്ള രീതിയിലേക്ക് എത്തുന്നു. ഇതിന് നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടുകൂടി മാനവികത ഉയർത്തിപ്പിടിക്കുക, ലോക സമാധാനം ഉയർത്തിപ്പിടിക്കുക, യുദ്ധവെറിക്കെതിരെ പോരാടുക. മനുഷ്യത്വം എന്ന് പറയുന്നത് സൗഹൃദവും സഹോദരിയും കൂടിയാണെന്ന് പറയണം. അപ്പൊ ഈ പ്ലേയില് നമുക്ക് ഈ പറഞ്ഞ അതിഥി തൊഴിലാളിയുടെ കരച്ചിൽ നമ്മളെല്ലാവരും ഏറ്റെടുക്കുക. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. ജനിക്കുമെന്നതു സത്യ, മരിക്കുമെന്നതു സത്യ, ജനിക്കുമെന്നത് സത്യ, മരിക്കുമെന്നത് സത്യ. ഇതിനിടയ്ക്കുള്ള കാലം കഴിച്ചു കൂടുന്നു നമ്മൾ, ഇതിനിടയ്ക്കുള്ള കാലം കഴിച്ചു കൂടുന്നു നമ്മൾ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മളെ മാത്രം
നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ സത്യം പറയൂ കവിത. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോ കേട്ട ഈ കവിത ഈ അകാലത്തിൽ പൊലിഞ്ഞുപോയ വിജേഷ് എന്ന ആജീവനാന്ത നാടക പ്രവർത്തകന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്തായ അദ്ദേഹത്തിന്റെ രചനയാണ് നേരത്തെ പാടിയ കവിത. കോഴിക്കോടുള്ള വിജേഷ്. ഈ നാടകം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടെ ചേനം എന്ന് പറയുന്നത് കലാ സാംസ്കാരിക മേഖലയിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ വളരെ ഉന്നത നിലവാരത്തിലെത്തിയതാണ്. വായനശാല പ്രവർത്തനങ്ങൾ, മറ്റ് നാടകങ്ങൾ, അമേച്ചർ നാടകങ്ങൾ, കഥ, കവിത എന്നുവേണ്ട എല്ലാ മേഖലയിലും ചെറുപ്പക്കാരും വൃദ്ധരായിട്ടുള്ള ആൾക്കാരും പങ്കെടുത്ത് ചേനത്തിന്റെ ഐക്യവും സാംസ്കാരിക ഉന്നതിയും മുന്നോട്ട് പോയിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ഈ ഒരു ചെറിയ നാടകം കളിക്കുന്നതിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു, പക്ഷെ ഒരാളെ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ള അവസ്ഥ. ഏത് വേദിയിൽ എന്ന പോലെ 50 വയസ്സിന് മുകളിലുള്ളവരാണ് ഇപ്പൊ യുവാക്കൾ. ബാക്കി ആരും ഈ രംഗത്തില്ല. ഞാൻ നിങ്ങളിപ്പോ ഒരു ശ്രമം നടത്താം. ജനത്തിന്റെ സാംസ്കാരിക പൈതൃകം ഇത് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള ചെറിയ ഒരു ശ്രമമാണ്. ഇത്തരം കാര്യങ്ങൾ തുടർന്നും നമ്മുടെ ചേനത്ത് ഉണ്ടാകും. അതിന് ഈ നാട്ടുകാർ എല്ലാവരും ആഭാലവൃദ്ധ ജനങ്ങളും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന മെയ് മാസത്തിൽ മുല്ലനേഴിയുടെ ഒരു അനുസ്മരണം ഉണ്ട്. അത് ചേർപ്പിലോ വല്ലച്ചിറയിലോ നടക്കാൻ പോകുന്ന പ്രോഗ്രാമാണ്. അത് പ്രത്യേകമായി പറഞ്ഞ് ചേനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളോട് നാട്ടിലെല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ നാടകം ക്ഷമയോടെ വീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നാടകം പിരിച്ചുവിട്ടിരിക്കുന്നു. വീണതല്ല വീഴ്ത്തിയതാണ് ഞാനും നീയും നമ്മളും. ചത്തതല്ല കൊന്നതാണ് ഞാനും നീയും നമ്മളും. ദൂരെ ഗ്രാമം അധികദിനം ക്ഷാമം ജാതിഭൂത കോമരങ്ങൾ കലിതുള്ളും ദേശം. വീണതല്ല വീഴ്ത്തിയതാണ് ഞാനും നീയും നമ്മളും. ചത്തതല്ല കൊന്നതാണ് ഞാനും നീയും നമ്മളും. പശിയടക്കാൻ പതിത ലോകത്തെരുവിൽ നിന്നു വന്നവൻ, വഴിയടഞ്ഞ മണ്ണിൽ നിന്ന് വഴി തിരഞ്ഞ് വന്നവൻ, ഇരുട്ടുകട്ട കൊയ്തു കൂട്ടുമിരവിൽ നിന്നു വന്നവൻ. വീണതല്ല വീഴ്ത്തിയതാണ് ഞാനും നീയും നമ്മളും. ചത്തതല്ല കൊന്നതാണ് ഞാനും നീയും നമ്മളും.
സിംഹത്തിന